നമസ്കാരം, കൊച്ചാപ്പാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കോഴിക്കറിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. കോഴിക്കറി ഉണ്ടാക്കാൻ ആവശ്യമായി ഒരു പാത്രമെടുത്ത് അടുപ്പിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ആ എണ്ണയിലേക്ക് 1.5-2 സ്പൂണോളം വരുന്ന ജിഞ്ചർ ഗാർലിക് ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് നന്നായി ഇളക്കുക. ഗരം മസാല പൊടിച്ചത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, വയണയില ഇതെല്ലാം നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉള്ളി വഴറ്റുമ്പോൾ ആ സമയത്ത് അവസാനം ഇട്ട് കൊടുത്താൽ മതിയാവും. ഗരം മസാലയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണോളം വരുന്ന ഉപ്പ് കൂടി വിതറി നന്നായി ഇളക്കി ഒരല്പനേരം അടച്ചു വെച്ചാൽ നന്നായി വഴന്ന് കിട്ടും. 1-2 മിനിറ്റ് ഇടവേളകളിൽ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിന് താഴെ ഇതൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ஏதோ ஒரு பாட்டு என் காதில் கேட்கும் போதெல்லாம் ஞாபகம் താലാട്ടും. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവയെല്ലാം ഓരോന്നായി ഇതിലേക്കിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഈ മസാലപ്പൊടികളെല്ലാം തക്കാളി ഇടുന്നതിന് മുമ്പും ചേർക്കാം, തക്കാളി ഇട്ട് വെന്തതിന് ശേഷവും ചേർക്കാം. ഞാൻ സാധാരണയായി തക്കാളി ഇട്ട് നന്നായി വെന്തതിന് ശേഷമാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഈ അലുമിനിയ പാത്രങ്ങളിൽ കറി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളെ പോലെ അല്ല ഇത്. ഇതിലേക്ക് 3/4 സ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. പൊറോട്ട, ചപ്പാത്തി, ചോറ് എന്നിവയ്ക്കെല്ലാം പറ്റിയ ഒരു കോഴിക്കറിയാണിത്. ഇനി 2-2.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. ഞാനിവിടെ 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ, പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ അത് അടുക്കി പിടിക്കാതിരിക്കും. അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചിയും അതിൻ്റെ എല്ലാം മാറും. വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. ഇവിടെ ഇറച്ചിക്ക് വേണ്ട മസാലക്കൂട്ട് ഏകദേശം എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3/4 കിലോളം വരുന്ന ബോൺലെസ് ചിക്കനാണ് ഞാൻ ചേർക്കുന്നത്. പെട്ടെന്ന് കറി ആക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇന്ന് ഒരു ലൈവ് ചിക്കൻ വാങ്ങാമെന്ന് കരുതിയാൽ 1 മണിക്കൂറോളം അതിന് നമുക്ക് നഷ്ടമാകും. ഇനി ഒരു ഫ്രീസറിലിരിക്കുന്ന കോഴി എടുത്ത് അതിനെ സോഫ്റ്റാക്കി എടുത്ത് വൃത്തിയാക്കി എടുത്ത് ഒക്കെ വരുമ്പോൾ അതിൽ കൂടുതൽ സമയമെടുക്കും. ഇത് ബ്രസ്റ്റ് ചിക്കനാണ്. ഈ ചിക്കൻ വെള്ളത്തിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ വേഗം എനിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോൺലെസ് ചിക്കൻ എടുത്തത്. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റോളം വേവിക്കാം. 5 മിനിറ്റ് ഇടവിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ചേക്കും. കറിക്ക് ചാറ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കണം. 10 മിനിറ്റോളം ഇനി വേവിക്കുക. ഞാനിതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്കിത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മിക്ക കറികളിലും ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. ഇതിൽ എണ്ണ വളരെ കുറച്ചാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കറിക്ക് കൂടുതൽ കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ
കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില വേണ്ടവർക്ക് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമൊന്നും ആഡ് ചെയ്യാതെ, വെള്ളം കൂട്ടാതെ ഇത് കുറച്ചുകൂടി ഒന്ന് പറ്റിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതാ ഇവിടെ നല്ല ഒരു കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടെ കൂടിയുള്ള ഒരു കോഴിക്കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ബോൺലെസ് ചിക്കൻ ആണെങ്കിലും നല്ല ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.